SSLC സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് വെറും ഇനി ഒരു മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും അതിനു വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തൊട്ട് ഈ നിമിഷം തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഇനിയിപ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് തീരെ മാർക്ക് ചോദിക്കാത്ത ചാപ്റ്റർ ആയി പോവോ? അപ്പോൾ അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് മുന്നിൽ വരാറുണ്ട് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു പ്രയോറിറ്റി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞു പോവല്ല ഈ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. 2 വർഷത്തെ 2024ലെയും 2023ലെയും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഞാൻ ആദ്യം പഠിക്കണം? അപ്പോൾ നിങ്ങൾക്കറിയാം SSLC എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ചാപ്റ്ററും എന്ത് ചെയ്യരുത്, അവരത് വിട്ട് കളയരുത്. ഓക്കെ, പക്ഷെ എന്നാലും ഏത് ചാപ്റ്റർ ഞാൻ ആദ്യം പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ഏതാണ്, അതിന് ലെസ് പ്രയോറിറ്റി കൊടുത്ത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം അല്ലേ? കാരണം ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ എക്സാമിന്. സോ അതിനനുസരിച്ച് ആ ഒരു സ്മാർട്ടായിട്ട് പഠിച്ചു പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി പാളാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് മിസ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റും. അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും, അതുപോലെ എത്ര മാർക്കിനാണ് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിൽ നിന്നും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ആ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 13 മാർക്കിനാണ്. അപ്പോൾ ഞാൻ ആ ഗ്രീൻ ഇട്ട് വെച്ചതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക കേട്ടോ. ഇനി ദ സ്നേക്ക് ആൻഡ് ദ മിററിൽ നിന്നും 5 ക്വസ്റ്റ്യൻ, അത് 5 മാർക്കിന്. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിന്നും ആ ഒരു വർഷം ചോദിച്ചിട്ടുള്ളത് ഏതാണ്, ദ സ്നേക്ക് ആൻഡ് ദ മിററിൽ നിന്നാണ്. ആൻഡ് ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്, പ്രൊജക്ട് ടൈഗർ, മൈ സിസ്റ്റേഴ്സ് ഷൂസ്, ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ഈ ചാപ്റ്ററിൽ നിന്നൊന്നും ഒരു ക്വസ്റ്റ്യൻ പോലും 1 മാർക്കിന് പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ അടുത്തത് നോക്കിക്കേടാ, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് 1 ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്രീസിയേഷൻ ആണ്, എന്തായാലും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2024 2023 ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചോദിച്ചിട്ടുള്ളത്, അപ്രീസിയേഷൻ ചോദിച്ചിട്ടുള്ളത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നുള്ള ചാപ്റ്ററിന് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സ്കോളർഷിപ്പ് ജാക്കറ്റിന് 1 ക്വസ്റ്റ്യൻ 6 മാർക്കിന്, പോയട്രി എന്നൊന്നും ചോദിച്ചിട്ടില്ല. ആൻഡ് നെവർ നെവർ നെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ആ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്, 7 മാർക്കിനാണ്. സോ ഇതിൽ മിസ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, ഓൾ ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു അനാലിസിസ് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ. സോ ആങ്ക എന്നുള്ള ചാപ്റ്ററിൽ നിന്നും 1 ക്വസ്റ്റ്യൻ, അത് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. മദർ ടു സൺ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് പോം കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ വർഷം. ആൻഡ് കാസ്റ്റ് അവേ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കാസ്റ്റ് അവേ. 2023 നോക്കിയാലും 2024 നോക്കിയാലും ആ ഒരു ചാപ്റ്ററിന് അത്യാവശ്യം വെയിറ്റേജിൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അതിലും ഉപരി അൺനോൺ പാസേജ്, നമുക്ക് എപ്പോഴും 2 അൺനോൺ പാസേജസ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 അൺനോൺ ആയിട്ടുള്ള നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാത്ത കാര്യങ്ങൾ അല്ലേ, എന്ന് വെച്ചാൽ ഒരു ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാം, പക്ഷെ ഒരു റീഡിങ്, നമ്മുടെ ആ ഒരു റീഡിങ് കോംപ്രഹെൻഷൻ സ്കില്ലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിൽ 5 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് ഉണ്ടാവുക. അപ്പോൾ അത് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇനി 2024 ഏറ്റവും കൂടുതൽ മാർക്കിന് വെറും 5 ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ 21 മാർക്കിനാണ് ഗ്രാമർ ചോദിച്ചിട്ടുള്ളത്. 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രാമറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഓക്കെ, സോ നോട്ടീസ് 1 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ട് 5 മാർക്കിന്. ആൻഡ് പ്രൊഫൈൽ കേട്ടോ, ഈ നോട്ടീസും പ്രൊഫൈലും 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് 2024 ഡീറ്റെയിൽസ്. ഇനി 2023 നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ വീണ്ടും 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സ്നേക്ക് ആൻഡ് ദ മിററിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ 6 മാർക്കിന്. ലൈൻസ് റിട്ടൺ ഇൻ ദ ഏർലി സ്പ്രിംഗ്, ഇവിടെ 000 ആയിരുന്നു, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ് ഇത് പോം കോംപ്രഹെൻഷനിൽ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് പ്രൊജക്ട് ടൈഗറിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 6 മാർക്കിന് 1 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് കുറയുക, ഗ്രാമറിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. 2023 ഗ്രാമർ വെറും ചോദിച്ചിട്ടുള്ളത് 6 മാർക്കിനാണ്.
2 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഗ്രാമർ വെറും 6 മാർക്കിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ 2023 പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് സ്കോളർഷിപ്പ് ജാക്കറ്റ് 6 മാർക്കിന്. ഇവിടെയും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കാസ്റ്റവേയിൽ നിന്നും വീണ്ടും ഇവിടെ കുറച്ച് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അപ്രീസിയേഷൻ ഏത് ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഓവറോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയും ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനും അതുപോലെ തന്നെ നമ്മുടെ ദ കാസ്റ്റവേയും ദ നെവർ നെവർ നെസ്റ്റ് ഒക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. എന്ന് വെച്ചാൽ അതിന് കുറച്ച് പ്രയോറിറ്റിയും അതിലുള്ള ഡിസ്കോഴ്സസിന് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇപ്പോൾ ഈ ഒരു 0 അധികം ചോദിക്കാത്ത ചാപ്റ്റേഴ്സ് ആണ്. വാങ്ങിക്കലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് മദർ ടു സൺ ഒക്കെ കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്രീസിയേഷൻ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. റെഡി? സോ അതുകൊണ്ട് അതിനുശേഷം ഗ്രാമർ പിന്നെ നമ്മൾ എന്തായാലും പഠിക്കണം. ഗ്രാമർ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രേഡ് മാറിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അത് തെറ്റിക്കഴിഞ്ഞാൽ തെറ്റിയില്ലേ, ഓരോ മാർക്കായാലും 2 മാർക്കായാലും അത് പോയതാണ്. സോ അതെന്തായാലും പഠിച്ചിരിക്കണം. ആൻഡ് നോട്ടീസും പ്രൊഫൈലും എന്തായാലും നിങ്ങൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അതും നിർബന്ധമായിട്ടും അതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. റെഡി? സോ ബാക്കി ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ, പ്രയോറിറ്റി നോക്കുമ്പോൾ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ദ കാസ്റ്റവേ, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, ദ നെവർ നെവർ നെസ്റ്റ്, ഈ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാം. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യുക, ദ സ്കോളർഷിപ്പ് ജാക്കറ്റും അതുപോലെ തന്നെ നെവർ നെവർ നെസ്റ്റും പിന്നെ ഏതൊക്കെയാണ്, യെസ് ദ സ്നേക്ക് ആൻഡ് ദ മിററും, പ്രൊജക്ട് ടൈഗറും, സിസ്റ്റർ ഷൂവും, ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാവ് എവർ മെയ്ഡും, ഇതൊക്കെ അതിനുശേഷം ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി സ്മാർട്ടായിട്ട് ആ ഒരു എക്സാമിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാ ചാപ്റ്ററും ഏകദേശം കവർ ചെയ്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുകയാണ്. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്ക് വീതം ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, ആൻഡ് ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ എഡ്യൂപോഡ് ഫാമിലി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളും ബാക്കി ലൈവിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലേ. നിങ്ങൾ അധികം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം. ആ ഒരു ലിങ്കിൽ കയറാം, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് താഴെ കുറച്ച് യെല്ലോ ഹാർട്ട്സും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം. ഇംഗ്ലീഷിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ ബൈ.